കരയാതെ പ്രിയപ്പെട്ടവരെ, ഈ 2 മിനിറ്റുകൾ വീഡിയോ കാണാം. കുഞ്ഞു പൈതന്റെ കരച്ചിൽ കണ്ടിൽ സഹിക്കണില്ല. എത്രയും വേഗം ഇവരെ കരൾ മാറ്റി വെച്ചാലേ ഇവന് ജീവിതത്തെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇവിടെ 2 വയസ്സായിട്ടുള്ള കുഞ്ഞു പൈതലിന് ഈ ചെറുപ്രായത്തിൽ തന്നെ 2 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്തത്. ഇനി കരൾ മാറ്റി വെച്ചാൽ മാത്രമേ ഈ കുഞ്ഞിനെ നമുക്ക് ജീവിതത്തെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഈ വീഡിയോ കാണാൻ എല്ലാവരും സഹായിക്കണം. കണ്ടിട്ട് സഹിക്കണില്ല, സ്വന്തമായിട്ട് വീടില്ല, തന്റെ മകനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് പോയ ഒരു പ്രവാസിയുടെ മകനാ. ഈ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആ മനുഷ്യനൊന്നും ജോലി ഇല്ലാതെ അയാൾ തിരിച്ചു വരികയാണ്. ഈ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കാൻ പറ്റും. എല്ലാവരും ഏറ്റെടുക്കണം. ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേദനയായി കൊല്ലുമ്പോൾ സഹിച്ചു. 17 തവണ വെന്റിലേറ്റർ കിടന്നു. 17 ദിവസം വെന്റിലേറ്റർ കിടന്നിട്ട് മരണപ്പെട്ടു എന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞൊരു പൊന്നു മോനാണിത്. ഇപ്പൊ ഇന്ന് ജീവിതത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം മഴ രോഗമാണ്. എനിക്ക് 12 ആയപ്പോഴത്തേക്ക് അസുഖം വന്നു. 16 ഇതുവരെ എനിക്ക് മുലപ്പാല് പോലും കൊടുത്തിട്ടില്ല. അവന് അമ്മോണിയും കൂടെ ഇങ്ങനെ കെട്ടി തലയിൽ കെട്ടി കൊങ്ങിലാവും. പലപ്പോഴും വെന്റിലേഷനിലാണ്, ഡയാലിസിസ് ചെയ്താണ് എന്റെ കുഞ്ഞെ പേസിന്റെ. ഡോക്ടർമാര് തീർന്നു പോലും പറഞ്ഞിട്ട് പോലും നമസ്കാരം, ഞാൻ തൃക്കോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജിഎസ് ആണ്. നമ്മുടെ തൃക്കോട്ടം പരിധിയിലുള്ള 19-ാം വാർഡിലെ ഹൈസൻ എന്ന കുട്ടിയുടെ ചികിത്സ ധനസഹായ സമാഹരണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ് ഇവിടെ ഇന്ന് നടത്തുന്നത്. ആ കുട്ടിക്ക് ജനിച്ച് 12 ദിവസമായപ്പോൾ രോഗലക്ഷണങ്ങൾ കാണുകയും കുട്ടിയുടെ അസ്വസ്ഥതകൾ പരിഗണിച്ച് വിവിധ ചികിത്സകൾ നടത്തിയതിന്റെ ഫലമായും വിവിധ ടെസ്റ്റുകൾ നടത്തിയതിന്റെ ഫലമായും കുട്ടിക്ക് മാരകമായ കരൾ രോഗം ആണ് എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയ. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. പലരുടെയും സഹായത്തോടു കൂടി നിലവിലെ ചികിത്സകൾ ഈ കുടുംബത്തിന് കണ്ടെത്തുന്നതിന് വളരെ പ്രയാസമാണ്. അപ്പം വളരെ നല്ലവരായ വാർഡ് നിവാസികളും മറ്റ് ബഹുജനങ്ങളുടെയും സഹായത്തോടു കൂടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിലൂടെ പണം സ്വരൂപിച്ച് കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തൃക്കോൽവട്ടം പഞ്ചായത്തിന്റെ